ഇക്കാര്യത്തിൽ ഇന്ന് സുജിത്തിന്റെ പ്രതികരണം ലഭിച്ചിട്ടില്ല. നേരത്തെ തന്നെ കോടതി കേസെടുക്കാൻ ഉത്തരവിട്ട സംഭവത്തിലൊക്കെ തന്നെ സുജിത്ത് സന്തോഷം പ്രകടിപ്പിച്ചതാണ്. സുജിത്ത് ഇക്കാര്യത്തിലേറെ പ്രതികരണവും നേരത്തെ നടത്തിയതാണ്. ഇന്ന് സുജിത്ത് നിന്നൊരു പ്രതികരണം കിട്ടിയിട്ടില്ല. അപ്പോഴും സുജിത്തിന്റെ നിയമ പോരാട്ടത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇനിയും പോരാട്ടം തുടരുമെന്ന് നേരത്തെ തന്നെ സുജിത്ത് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. തനിക്ക് അനീതി നേരിട്ടിരുന്നുവെന്നും അതിൽ കുറ്റക്കാരായവരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആ യുവാവ് ഏറെക്കാലമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള തന്റെ പോരാട്ടം തുടരുമെന്ന് സുജിത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ഏതായാലും ഇതിൽ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് സുജിത്ത് പറയുന്നത്. അകാരണമായി സുജിത്തിനെ 2023 മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുഹൃത്തുക്കളെ അകാരണമായി പോലീസ് ചോദ്യം ചെയ്തു. ഇത് എന്തിനാണെന്ന് ചോദിച്ചതിനാണ് ആ ഒരു വൈരാഗ്യത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇയാൾക്ക് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. അന്ന് കോടതി പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചു. അതുപ്രകാരം ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഇപ്പോൾ ഈ കേസ് നിൽക്കുകയാണ്. അതിനിടയിലാണ് നിർണായകമായ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നടരാജ പരശുരമാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്നും.